أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على محمد الصادق الوعد الأمين وعلى آله وأصحابه أجمعين. أما بعد. SKSSF മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഖുർആൻ തഫ്സീർ ക്ലാസിന്റെ എപ്പിസോഡുകൾ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ കൃപ കൊണ്ട് അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചതാണ് യാ റബ്ബി ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക എന്ന് ചൊല്ലലിലൂടെ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ഫളീലത്ത് അല്ലാഹു അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നേരിട്ട് പ്രതിഫലം കൊടുക്കാം എന്നാണ് മലക്കുകളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ളതെങ്കിൽ, നമ്മുടെ നിസ്കാരത്തിൽ നാം ഇതിനെ നമ്മുടെ നിസ്കാരത്തിലുള്ള ദുആകൾ മറ്റുള്ള ദുആക്ക് മുമ്പ് നാം ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിയതിനു ശേഷം യാ റബ്ബി ലക്കൽ ഹംദ് കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക എന്ന് ചൊല്ലലിലൂടെ ആ ഒരു പ്രതിഫലത്തിന് ഇൻഷാ അല്ലാഹ് നമുക്കും അർഹരായി തീരാം. ഇനി പറയാൻ പോകുന്ന ചർച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോ കൂടുതൽ ഫളീലത്ത്? ഇവിടെ നോക്കാം, ഇമാം ഖുർത്തുബി അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. എന്താണ് അവർ പറയുന്നതെന്നറിയോ? അവർ തൊട്ടുദ്ധരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും ശ്രേഷ്ഠത അഫ്ളലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഫ്ളലു മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും ശ്രേഷ്ഠത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉണ്ട്. എന്താണ് അതിന് കാരണം? അവർ പറയുന്നത് ലിസ്തിമാലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല തൗഹീദ് മഅൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് തൗഹീദ് മാത്രമാണ് അവിടെ അറിയിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ ഏകത്വം അത് മാത്രമാണ് അറിയിക്കുന്നതെങ്കിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ തൗഹീദും അറിയിക്കുന്നുണ്ട്, ഹംദും രണ്ടും കൂടി അറിയിക്കുന്നുണ്ട്. എവിടെയാണ് തൗഹീദ് അറിയിക്കുന്നത്? റബ്ബിൽ ആലമീൻ ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹു മാത്രമാണെന്ന് സമർത്ഥിച്ചു പറയുമ്പോൾ, വേറെ ഒരു ദൈവത്തിനും വേറെ ഒരു ഇലാഹിനും അവിടെ സ്ഥാനമില്ലെന്ന് സമർത്ഥിക്കലിലൂടെ തൗഹീദ് അറിയിക്കുന്നു. പിന്നെ ഹംദ് അല്ലാഹുവിന്റെ അൽഹംദിലൂടെ ആ അല്ലാഹുവിന്റെ സ്തുതിയെയും അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ് ഫളീലത്ത് കൂടുതൽ എന്ന് പറയുമ്പോൾ മറുവിഭാഗം പണ്ഡിതന്മാർ വാദിക്കുന്നത് രണ്ട് തട്ടിലാണ് പണ്ഡിതന്മാർ ഈ കാര്യത്തിലുള്ളത്. മറുവിഭാഗം പറയുന്നത് അല്ല, ഒരിക്കലും അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തന്നെയാണ് ഫളീലത്ത്. അതിനവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തഫ്സീലു ബൈനൽ കുഫ്രി വൽ ഈമാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നതാണ്. വിശ്വാസവും അവിശ്വാസവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മാത്രമല്ല യുഖാതലന്നാസു ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിൽ ഏതൊരു യുദ്ധവും അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആര് പറയുന്നുവോ അവനെ ആ സമയത്ത് വെറുതെ വിട്ടുകളയും. അവനോട് പിന്നെ തർക്കിക്കാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തന്നെയാണ് ഫളീലത്ത് കൂടുതൽ എന്നും പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ ഉണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും ഫളീലത്ത് ഉണ്ടെന്നൊരു ചർച്ച ഇവിടെ വരുമ്പോൾ, പണ്ഡിതന്മാർ വാദിക്കുമ്പോൾ, നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന്റെ സ്ഥാനവും ഫളീലത്തും അതിന്റെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി പറയുന്നത് റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിലെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവൽ മാലിക്കുൽ മുതസർരിഫ്
ഹുവൽ മാലിക്കുൽ മുത്തസർരിഫ്, എല്ലാ കൈകാര്യം ചെയ്യുന്നതിനെയും എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥൻ എന്നാണ് അതിനർത്ഥം. എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥൻ, അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. ഇനി ആലമീൻ, ആലമീൻ എന്ന് പറഞ്ഞാൽ ജംഉ ആലം. ആലം എന്ന് പറഞ്ഞാൽ ലോകം, ലോകം ആലം, അതിന്റെ ജംആണ് ആലമീൻ. അപ്പോൾ എന്താണ് ആലമീൻ എന്ന് പറഞ്ഞാൽ? ഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാഹി അസ്സ വജല്ല, അല്ലാഹ് അല്ലാത്ത ഉള്ള എല്ലാ സൃഷ്ടി ചരാചരങ്ങളെയും, അല്ലാഹ് അല്ലാത്തയുള്ള മറ്റുള്ള എല്ലാ പടപ്പുകളും, അള്ളാഹു സൃഷ്ടിച്ചു വിട്ട കടലിലായാലും കരയിലായാലും ആകാശത്തിലായാലും ഭൂമിയിലായാലും അല്ലാഹ് ഒഴികെ എന്തൊക്കെ സൃഷ്ടിജാലങ്ങൾ അള്ളാഹു പടച്ചിട്ടുണ്ടോ അതിനൊക്കെ ആലമീൻ എന്നതിൽ പെടുത്താം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.